എൻ്റെ പേര് അനിൽ. ഒരുപാട് മഹത് വ്യക്തികളെ ലോകത്തിന് സംഭാവന ചെയ്ത കോട്ടയത്താണ് എൻ്റെ വീട്. ഞാനൊരു കരാട്ടെ അധ്യാപകനാണ്. വ്യക്തിവാദിയും നിരീശ്വരവാദിയും ആയിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു ദൈവത്തിന് മുൻപിൽ കൈവപ്പാതെ തലകുനിക്കാതെ തിരിച്ചും അഹങ്കാരിയായി വളർന്നു. സ്വന്തം കഴിവിലും ശക്തിയിലും ആത്മവിശ്വാസത്തിനും മാത്രം ആശ്രയിച്ചു. ഈശ്വരനുമില്ല, പ്രേതവുമില്ല. കുട്ടിക്കാലത്ത് വീട്ടിൽ അച്ചാച്ചൻ ഒരുപാട് അനുഭവ കഥകൾ പറയും. ഞങ്ങൾ കുട്ടികൾ ഇതെല്ലാം കേട്ടിരിക്കും. അപ്പോൾ വല്ലാത്തൊരു പേടി മനസ്സിൽ നിറയുമെങ്കിലും അതൊക്കെ മറന്ന് രാത്രിയും പകലുമില്ലാതെ പല വഴിയിലും പല സ്ഥലത്തും പേടിയില്ലാതെ സഞ്ചരിച്ചു. ഒന്നിനെയും എവിടെയും കണ്ടുമുട്ടിയില്ല. പല അനുഭവസ്ഥരെയും പരിഹസിച്ചു. അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്നവരെ പരിഹസിച്ചു. ക്രിസ്മസിനും പെരുന്നാളിനുമൊക്കെ പള്ളിയിലെ സെമിത്തേരിയിൽ പാതിരാത്രിയിൽ കല്ലറയ്ക്ക് മുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. പണ്ട് അങ്ങനെ വളർന്നു, ഒരു പേടിയുമില്ലാതെ. ഞാനൊരു കരാട്ടെ പരിശീലകനാണ്. ഇന്ത്യയിൽ കരാട്ടെ പ്രചരിപ്പിച്ച ഒരു ലോകോത്തര മാസ്റ്ററുടെ ശിഷ്യനാവാനുള്ള ഭാഗ്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ശാരീരികമായും മാനസികമായും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനും രക്ഷപ്പെടുന്നതിനുമുള്ള ആത്മവിശ്വാസം ധാരാളം നേടി. പക്ഷേ മാർഷൽ ആർട്സ് എന്നത് സ്പിരിച്വൽ ആയുള്ള പഠനമാണ്. എൻ്റെ കുട്ടികളെ സ്പിരിച്വലായി തന്നെ ട്രെയിൻ ചെയ്യുന്നു. അതിനൊരു മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. എൻ്റെ ജീവിതത്തിലെ കണ്ടെത്തലുകളെ, കാഴ്ചപ്പാടുകളെ മനസ്സിൽ നിന്ന് വേരോടെ പിഴുതെറിഞ്ഞ ഒരു ആകസ്മിക സംഭവം. ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ്, അന്ന് മൊബൈൽ ഫോണൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ നിന്നും ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് മനോഹരമായ ഒരു ഗ്രാമമുണ്ട്. അവിടെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുമുണ്ട്. കണ്ണത്താ ദൂരം കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന തരിശായ പാടം. അതിന്റെ മധ്യത്തിലായി ഒരു അമ്പലം. അമ്പലത്തിന്റെ ഒരു വശം നിറയെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു വലിയ പറമ്പാണ്. മുളങ്കൂട്ടങ്ങൾ നിറഞ്ഞ പറമ്പ്. അതിൽ ഒരു കുളവുമുണ്ട്. പകൽ പോലും അങ്ങോട്ട് ആരും പോകാറില്ല. വിജനമായ, പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ. പണ്ടുകാലത്ത് മഴക്കാലത്ത് വെള്ളം വന്ന് അമ്പലമൊക്കെ മൂടി പോകുമായിരുന്നു എന്ന് പഴമക്കാർ പറയാറുണ്ട്. അമ്പലത്തിന്റെ മുൻപിലെ വലിയ ആലും കുളവും പാടത്തെ കീറി മുറിച്ചു വരുന്ന ചെമ്മൺ പാതയും ഭയങ്കര രസമാണ്. നിരീശ്വരവാദിയാണെങ്കിലും അക്കാലത്തെ സായാഹ്നങ്ങളിലും രാത്രികളിലും ഏറെ സമയം സുഹൃത്തുക്കൾക്കൊപ്പം ചെലവിട്ട സുന്ദരമായ നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കൾ എന്നും അവിടെ ഒത്തുചേരും. രാത്രി ഏറെ സംസാരിച്ചിരിക്കും. ചില നിലാവ് പെയ്യുന്ന രാത്രികളിൽ ആ അമ്പലവും ആലും പാടവും നിലാവിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആ ഗ്രാമീണ കാഴ്ച, അതിൻ്റെ ഒരു ഭംഗിയെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകൾ മതിയാകുന്നില്ല. അങ്ങനെ സൗഹൃദങ്ങൾ പൂത്തു തളർന്നു നിൽക്കുന്ന കാലത്താണ് യാദൃശ്ചികമായ ആ സംഭവം ഉണ്ടാകുന്നത്. സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഇരട്ടച്ചങ്കുള്ള, ഒന്നിനെയും ഭയമില്ലാത്ത, ശരിക്കും കൂടെ നിർത്താൻ പറ്റിയ ഒരു സുഹൃത്തുണ്ട് എനിക്ക്. അവൻ ഒരു ദിവസം പറഞ്ഞു, കുറച്ച് ദിവസങ്ങളായി രാത്രിയിൽ വീടുകളിൽ വളരെ ശല്യങ്ങളുണ്ട്. നിറയെ പട്ടികളുടെ പുരയും ആരൊക്കെയോ പുറത്തുനിന്ന് വരുന്നുണ്ട്. പലയിടത്തും രാത്രി ഡോറിൽ തട്ടലും കാൽപ്പെരുമാറ്റവും. നമുക്കൊന്ന് നോക്കണം. രാത്രിയിൽ കള്ളന്മാരെ പിടികൂടാൻ ഞങ്ങൾ സുഹൃത്തുക്കൾ സംഘടിച്ചു. വിശാലമായ പാടത്തിന്റെ ഒരു മൂലയിൽ പാതി പണിത ഒരു വീടിന്റെ ടെറസിൽ സർവ്വസന്നാഹങ്ങളുമായി ഞങ്ങൾ 20ഓളം പേർ കാത്തിരുന്നു. ഞാനൊഴിച്ച് എല്ലാവരും ലോക്കൽസാണ്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അമ്പലത്തിലേക്ക് പ്രധാന വഴിയിൽ നിന്ന് ഒരു 500 മീറ്റർ സ്ട്രെയിറ്റ് ചെമ്മൺ പാതയാണ്. പാടത്തിന് നടുവിലൂടെ ചെറിയൊരു നാട്ടുവെളിച്ചം മാത്രമേ ഉള്ളൂ. എങ്ങും നിശബ്ദത. സമയം ഒരു 12:30 കഴിഞ്ഞതാണ്. ഗ്രാമം നല്ല ഉറക്കത്തിലാണ്. ദൂരെ ചെമ്മൺ പാത, അമ്പലവും ഇരുട്ട് അതിന്റെ ഭീകരതയോടെ കട്ടപിടിച്ച് കിടക്കുന്നു. പെട്ടെന്നാണ് ചെമ്മൺ പാതയുടെ തുടക്കത്തിൽ ഒരു വെളിച്ചം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എല്ലാവരും പെട്ടെന്ന് അലേർട്ടായി. ആരോ ഒരാൾ ഒരു വിളക്കും കത്തിച്ചുകൊണ്ട് അമ്പലത്തിനെ ലക്ഷ്യമാക്കി ചെമ്മൺ പാതയിലൂടെ വരുന്നുണ്ട്. പെട്ടെന്ന് കൂടെയുള്ളവരിൽ ചിലർക്ക് അപകടം ഉണർത്തു. അത് എന്താണെന്ന് നോക്കുവാൻ കൂടെയുള്ള ആർക്കും ധൈര്യം ഇല്ല. ഇതിവിടെ സാധാരണമാണെന്ന ഒരു കേട്ടറിവുണ്ട്. പക്ഷേ ഇരട്ടച്ചങ്കുള്ള എൻ്റെ സുഹൃത്ത് വീടിന് മുകളിൽ നിന്ന് താഴെ ഇറങ്ങി.
കൂടെ ഞാനും മുന്നോട്ട് പോവുക തന്നെ. പുറകിൽ നിന്ന് വേണ്ടടാ പോകണ്ട പ്ലീസ് ഇത് പ്രശ്നമാവട്ടോ എന്നുള്ള കൂട്ടുകാരുടെ വിളികളൊന്നും ഞങ്ങൾ കാര്യമായി എടുത്തില്ല. വെളിച്ചത്തെ നിരീക്ഷിച്ചതിൽ നിന്ന് അത് വളരെ ദൂരം നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലായി. ഏകദേശം 5 അടിയോളം ഉയരത്തിലാണ്, ചെറിയ വെട്ടമാണ് എന്നൊക്കെ മനസ്സിലായി. അമ്പലത്തിന്റെ ഉന്മേഷം ലക്ഷ്യമാക്കിയാണ് വെളിച്ചം വരുന്നത്. വെളിച്ചവുമായി വരുന്നത് ഒരു വ്യക്തിയാണോ? സാധ്യത അതിനാണ്. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് ആരായിരിക്കും അത് അറിയാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും പതുങ്ങി അമ്പലത്തിന്റെ മുന്നിൽ സന്ധിക്കാൻ ഭാഗത്തിൽ ഒരു കമാൻഡോ ഓപ്പറേഷനെ അനുസ്മരിപ്പിക്കും വിധം നീങ്ങി. സുഹൃത്തിന്റെ കയ്യിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നല്ലൊരു ടോർച്ചുണ്ട്. പക്ഷേ അത് ഓണാക്കിയില്ല. പിന്നെ നല്ലൊരു വാളും. ഞാൻ വെറും കൈയാണ്. വെളിച്ചം അമ്പലത്തിനോട് വളരെ അടുത്തു വന്നു. ഞങ്ങൾ മാക്സിമം സ്പീഡ് വർദ്ധിപ്പിച്ചു. ആശങ്കയുടെ ഹൃദയമിടിപ്പിന്റെ നിമിഷങ്ങൾ. വെളിച്ചം കിഴക്കു നിന്നാണ് വരുന്നത്. ഞങ്ങൾ വടക്ക് ഭാഗത്തു നിന്നു. വെളിച്ചം ആദ്യം കോമ്പൗണ്ടിന്റെ മുൻപിലെത്തി. ഞങ്ങൾക്ക് വ്യക്തമായി എല്ലാം കാണാം. മേലാകെ തരിച്ചുപോയി. ആളുമില്ല, ഒന്നുമില്ല. ഒരു വിളക്ക് കത്തുന്ന വെട്ടം മാത്രം. വെട്ടവുമായി ഞങ്ങൾ 10 അടി അകലം വരെ എത്തി. ഉപ്പൂറ്റി നിലത്ത് തൊടാതെ ശബ്ദമുണ്ടാക്കാതെ ഞങ്ങൾ പിന്തുടർന്നു. വെട്ടം തെക്കോട്ട് തിരിഞ്ഞ് അമ്പലത്തിലേക്ക് കയറാതെ തെക്കോട്ട് തിരിഞ്ഞു പോയി. ഞങ്ങൾ മാക്സിമം സ്പീഡ് എടുക്കുന്നുണ്ട്. പക്ഷെ വെട്ടവും സ്പീഡ് കൂട്ടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. വെളിച്ചം പോകുന്നത് അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള വിജനമായ പറമ്പിലേക്കാണ്. എന്തും വരട്ടെ എന്ന് കരുതി പുറകെ ഞങ്ങളും. മനസ്സ് നിറയെ ഭീതിയും ആകാംക്ഷയും. വല്ലാത്തൊരവസ്ഥ. ചെറിയൊരു ശബ്ദം പോലും കേൾപ്പിക്കാതെയാണ് ഞങ്ങളുടെ യാത്ര. വെളിച്ചം പിടിതരാതെ പോവുകയാണ്. പറമ്പിൽ വലിയൊരു തോടുണ്ട്. പക്ഷെ വെളിച്ചം അതിന് മുകളിലൂടെ സിമ്പിളായി കടന്നുപോയി. ഞങ്ങൾക്ക് കിടക്കുവാൻ പറ്റുന്നില്ല. ഓടി വന്നാൽ ചാടാം, പക്ഷെ അതിനുള്ള സമയമില്ല. പിന്നെ വലിയ ശബ്ദമുണ്ടാവും. ഞങ്ങൾ തോടിന്റെ വീതി കുറഞ്ഞ ഭാഗം നോക്കി തോട്ടിലേക്ക് ഇറങ്ങി കടന്നു. അപ്പോഴേക്കും വെട്ടവുമായുള്ള അകലം 10 അടിയിൽ നിന്ന് കൂടിയിരുന്നു. അത് പറമ്പിലെ കുളം ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത് എന്ന് മനസ്സിലായി. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അത് കുളത്തിന് വലം വെക്കാൻ തുടങ്ങി. ഞങ്ങൾ വെളിച്ചം വലം വെച്ച് വരുന്നതിന്റെ എതിർദിശയിലേക്ക് ചെന്നു. വെളിച്ചം അതാ മുൻപിൽ. പെട്ടെന്ന് വെളിച്ചം അണഞ്ഞു. ഞങ്ങൾ ചുറ്റും പെരുകി. ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് വെളിച്ചം അതാ ഞങ്ങളുടെ തൊട്ടുപുറകിൽ. വീണ്ടും പിന്നാലെ വിളിച്ചു പിടിപ്പിച്ചു. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് തൻ്റെ ടോർച്ചടിച്ച് അതിൻ്റെ നേർക്ക് തെളിച്ചു. പെട്ടെന്ന് വെളിച്ചം അണഞ്ഞു ടോർച്ചും. പിന്നീട് അവിടെ നടന്നെന്ന് വർണ്ണിക്കാൻ വാക്കുകൾക്കാവില്ല. പ്രകൃതി പെട്ടെന്ന് തന്നെ മാറി. മേലാകെ ചരൽ വാരി എറിഞ്ഞ പോലെയുള്ള അനുഭവം. നിറയെ കിളികളുടെ കാതടിപ്പിക്കുന്ന ശബ്ദം ചെവിയിൽ തുളിഞ്ഞു കയറുകയാണ്. ചുറ്റും കുറ്റാകുട്ടിയിട്ട് വിജനമായ സ്ഥലം. പലതരത്തിലുള്ള ശബ്ദങ്ങൾ. ശബ്ദങ്ങളുടെ സംഹാരതാണ്ഡവം ചെവി തുളിച്ചു കയറും പോലെയാണ് തോന്നുന്നത്. സുഹൃത്ത് വാളെടുത്ത് ചുറ്റും ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. ഒരു പെൺകുട്ടിയുടെ ഭയാനകമായ അലർച്ചയും ചിരിയും അട്ടഹാസവും എല്ലാം കേൾക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് കുളത്തിന്റെ നടുവിൽ നിന്ന് ഒരു സ്ത്രീരൂപം കരയിലേക്ക് കയറി വന്നു. അവ്യക്തമായി എന്തൊക്കെയോ എന്നോട് പറയാൻ പോലെ എനിക്ക് തോന്നി. രക്തം പുരണ്ട അവളുടെ കൈകൾ എൻ്റെ നേർക്ക് നീണ്ടു വരുന്നത് പോലെ തോന്നി. ഞാൻ രണ്ടും വിളിപ്പിച്ച് തിരിഞ്ഞ് ഓടി. പക്ഷെ ഓടുന്നതിനിടയിൽ എൻ്റെ കാൽ ഒരു കല്ലിൽ തട്ടി ഞാനവിടെ വീണു. ഇരുട്ടായതുകൊണ്ട് ചുറ്റും നടക്കുന്നതൊന്നും കാണത്തില്ല. ഭയാനകമായ ശബ്ദങ്ങളും ഒരു സ്ത്രീയുടെ ചിരിയും നായ്ക്കളൊരിയുന്ന സൗണ്ടും മാത്രമേ കേൾക്കുന്നുള്ളൂ. ചീഞ്ഞ മാംസത്തിന്റെ ഗന്ധം എൻ്റെ മൂക്കിൽ അടിച്ചു കയറി. ഒരു തണുത്ത കൈ എൻ്റെ തോളിൽ പിടിക്കും പോലെയും എനിക്ക് തോന്നി. എന്തായാലും ചാടിയണിച്ച് സർവശക്തിയും എടുത്ത് ഓടി. ഒന്നും കാണത്തില്ല എങ്കിലും ഏകദേശം ഒരു ദിശ ലക്ഷ്യമാക്കി തോടൊക്കെ ചാടിക്കിടന്ന് ഞങ്ങൾ ഓടി. അമ്പലത്തിന് മുൻപിൽ വന്നു. പിന്നെ കൂട്ടുകാരുടെ അടുത്തേക്ക് അവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞു.
പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ഇടക്കും പറഞ്ഞു അവർ. അവിടെയുള്ളവർക്ക് ഇങ്ങനെയുള്ള സംഭവത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. അന്ന് ഞാൻ വീട്ടിൽ പോയില്ല, ഉറക്കം വന്നില്ല. കുട്ടിക്കാലം തൊട്ട് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ വിശ്വാസങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്താണ് കണ്ടത്, അനുഭവിച്ചത് എന്ന് ഓർക്കാനേ വയ്യ. ദൈവം, പ്രേതം, പിശാച്, അദൃശ്യ ശക്തികൾ എന്തൊക്കെയോ ഉണ്ട്. പിറ്റേ ദിവസം ഞങ്ങളുടെ സംസാരം ഇത് മാത്രമായിരുന്നു. തലേന്ന് ഞങ്ങൾ പോയ വഴി ഒരിക്കൽ കൂടി യാത്ര ചെയ്തു. കുളത്തിൻ്റെ ഇടത്തും പോയി നോക്കി. പിന്നീട് കൂട്ടുകാരന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ചിന്തകൾ ആകെ പ്രശ്നമായി തുടങ്ങി. ഞാൻ വല്ലാത്ത ഒരു മൂഡിലേക്ക് മാറിപ്പോകുന്നതായി തോന്നി. തോന്നിയതല്ല, സത്യമാണ്. ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ എന്തോ പോലെ. രാത്രി ഉറക്കം വരുന്നില്ല. 3 മണിക്ക് ശേഷമാണ് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നത്. രാത്രി കിടക്കണമെങ്കിൽ തലയണക്കടിയിൽ ആയുധം വെക്കേണ്ട സ്ഥിതിയായി. കണ്ട കാഴ്ചയെപ്പറ്റി പലരോടും പറഞ്ഞു. പലരും വിശ്വസിച്ചില്ല. വീട്ടിൽ അച്ചാച്ചനോട് പറഞ്ഞപ്പോഴാണ് സത്യം അച്ചാച്ചൻ പറഞ്ഞത്. അച്ചാച്ചൻ പലതവണ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം കണ്ടിരിക്കുന്നു. എൻ്റെ മാനസികമായ മാറ്റങ്ങൾ വീട്ടിലും ആകെ പ്രശ്നമായി തുടങ്ങി. ചീത്തയും കുറ്റപ്പെടുത്തലും വഴക്കും. കൂട്ടുകാർക്കൊപ്പം ഒരു രാത്രി കൂടെ പോയി. അത് ക്യാമറയിൽ പകർത്തണം എന്ന് പ്ലാൻ ചെയ്തു. വീട്ടിലിറങ്ങിയപ്പോൾ ഒരു രക്ഷയുമില്ല. ചീത്തയോട് ചീത്ത. എന്തു വന്നാലും ഞാൻ പോകും. ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. വീണ്ടും ഒരു വെള്ളിയാഴ്ച എത്തി. ഞാൻ അങ്ങോട്ട് പോകുവാനായി രാത്രി ക്യാമറയുമായി ബൈക്കിൽ കോട്ടയം ആൽത്തറയിൽ നിന്ന് വരുന്ന വഴി MCP സൂപ്പർ മാർക്കറ്റിന് മുൻപിൽ വെച്ച് ഒരു വിഷക്കാരി ഒരു ഓട്ടം. റോഡ് ക്രോസ് ചെയ്ത് ഒറ്റയടിയായിരുന്നു ബൈക്ക്. അവരുടെ കാലൊടിഞ്ഞു. ബൈക്കിന്റെ മുൻവശവും ക്യാമറയും നാശമായി. വിഷക്കാരിയെ 1 മാസം സ്വന്തം അമ്മയെപ്പോലെ നോക്കേണ്ടിയും വന്നു. പക്ഷേ എൻ്റെ രാത്രികളിലെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഈ സംഭവത്തോടെ ശരിക്കും ഒരു ഭയം. രാത്രിയും പകലും ആരോ പിന്തുടരുന്ന പോലെ. അജ്ഞാതശക്തിയുടെ ആക്രമണം ഉണ്ടായാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നൽ. അങ്ങനെ ഒരു ദിവസം രാത്രി എപ്പോഴോ ഉറങ്ങിപ്പോയി. വീടിൻ്റെ മുകളിലെ റൂമിൽ ഒന്നിൽ ഞാനും അപ്പുറത്തേതിൽ അനിയനുമാണ് കിടക്കുക. ഫാൻ ഇട്ടിരുന്നാൽ പുറത്തെ ശബ്ദമൊന്നും കേൾക്കാനേ പറ്റില്ല. പെട്ടെന്ന് ഒരു ശബ്ദം, ഉറക്കെയുള്ളൊരു ശബ്ദം കേട്ടാണ് ഞാൻ ചാടി എണീച്ച് തലയണക്കടിയിൽ നിന്ന് ആയുധമെടുത്തു. ജനൽ തുറന്ന് ചുറ്റും നോക്കി. ഒന്നും കാണാനില്ല. എൻ്റെ അവസ്ഥ ആലോചിച്ച് എനിക്ക് തന്നെ സങ്കടം വന്നു. രാവിലെ എണീറ്റപ്പോൾ അനിയനും പറഞ്ഞു ഇതേ അനുഭവം. പിന്നെ ഞാൻ മനസ്സുകൊണ്ട് കുറ്റമൊക്കെ ഏറ്റു പറഞ്ഞു. ഇനിയൊരു വെല്ലുവിളിയുമായി ഞാൻ വരില്ല എന്ന് പറഞ്ഞു കീഴടങ്ങി. പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ല.